27 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു വൈറ്റ് പ്ലേറ്റ് എടുത്ത് വെക്കാം. 4 പഴം പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ ടോപ്പ് പോർഷനായിട്ട് വരുന്ന ഭാഗം നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്യാം. 4 എണ്ണത്തിൻ്റെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. 4 പഴത്തിൻ്റെയും ടോപ്പ് ഭാഗം കട്ട് ചെയ്തിട്ട് അത് നമുക്ക് നേരെ വെക്കാം. ഇനി നീളത്തിലൊരു ക്യാരറ്റിൻ്റെ ഓരോ പീസ് നേർത്തായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു വശം വീതി ഉള്ളതും മറ്റേ വശം വീതി കുറഞ്ഞ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ പെൻഗ്വിൻ്റെ കാലാണ്. ഇങ്ങനെ ഒരു 8 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇനിയും ക്യാരറ്റിൻ്റെ വേറൊരു നേർത്ത പീസ് എടുത്ത് നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മുടെ പെൻഗ്വിൻ്റെ ചുണ്ടാണ്. ഇങ്ങനെ 4 എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് അറേഞ്ച് ചെയ്യാം. നമുക്ക് പഴം നോക്കിക്കേ, മോൾ ഭാഗം നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 8 കാല് വെച്ച് കൊടുക്കാം. 1-ാമത്തേൻ്റെ, 2-ാമത്തേൻ്റെ, 3-ാമത്തേൻ്റെയും 4-ാമത്തേൻ്റെ നമ്മൾ ഇനി 4 എണ്ണത്തിൻ്റെയും ചുണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി തലയ്ക്ക് വേണ്ടി നമുക്ക് 4 ബ്ലൂബെറി നമുക്ക് വെച്ച് കൊടുക്കാം 4 എണ്ണത്തിൻ്റെ മുകളിൽ. ഇനിയും പെൻഗ്വിൻ്റെ കൈക്ക് വേണ്ടി ഓരോ ബ്ലൂബെറിയുടെ 2 ഭാഗം കട്ട് ചെയ്ത് 4 എണ്ണത്തിൻ്റെയും 2 സൈഡിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ബ്ലൂബെറിയുടെ സൈഡാണേ കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ പെൻഗ്വിൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു ടിഷ്യൂ വെച്ച് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കി അറേഞ്ച് ചെയ്യാം.